ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഹനത് ഫാഷൻ ടേക്ക്. ഇന്ന് എല്ലാവരുടെയും വിശേഷങ്ങൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ? അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു സംഭവം എങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്ന് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഒട്ടിച്ച് പിറക്കി അറേഞ്ച് ചെയ്തെടുക്കുന്നതാണ് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തുകൊണ്ടാണ് കേട്ടോ. നിങ്ങളിവിടെ ഒരു 3 ഹോള് കാണുന്നില്ലേ? നമ്മുടെ ക്യാൻവാസിൻ്റെ ഷീറ്റിൽ നിന്ന് വെട്ടിയെടുത്താണ് കേട്ടോ. അപ്പോൾ ഇന്ന് ഇതുപോലെ കുട്ടി കുട്ടി ഫ്ലവേഴ്സ് വെച്ചിട്ട് നമുക്ക് ഒരു മോഡൽ ചെയ്തെടുക്കാം. ഈ ഒരു ഫ്ലവർ മേക്ക് ചെയ്യുന്നത്, അതുപോലെ തന്നെ ഈ ലീഫ് മേക്ക് ചെയ്യുന്നതൊക്കെ ഒത്തിരി തവണ നമ്മുടെ ചാനലിൽ വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ സെക്ഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് കിട്ടും കേട്ടോ. ഹെയർ ബോ മേക്ക് ചെയ്യുന്നതിൻ്റെയും അലിഗേറ്റർ ക്ലിപ്പിൻ്റെയും അങ്ങനെ കുറേ വീഡിയോസ് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽസൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിന് കോൺടാക്ട് ചെയ്യുക കേട്ടോ. ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് മെറ്റീരിയൽസും വാങ്ങിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഏത് റിബണാണെന്ന് ചോദിച്ചാൽ ഡോട്ടഡ് ഓർഗൻസ റിബണാണ്. ഇതിൻ്റെ കുറേ കളേഴ്സ് അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ അത് ഇതുപോലെ നമുക്കൊന്ന് ഒട്ടിച്ച് കൊടുക്കാം. ഇതിപ്പോൾ ഞാൻ ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഒട്ടിക്കുന്നത്. ഗ്ലൂ ഗൺ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ ഇതുപോലെ ക്യാൻവാസിൻ്റെ ഷീറ്റിലേക്ക് ഒട്ടിച്ച് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, എന്നിട്ട് ലീഫുകളും ഒക്കെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുക്കുക. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ലീഫും അതിൻ്റെ എണ്ണത്തിലും ഒക്കെ വ്യത്യാസം വരുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതുപോലെ കുറച്ച് ഫ്ലവേഴ്സും ലീഫും ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് നല്ല ഭംഗിയുള്ള ഒരു വർക്ക് ചെയ്തെടുക്കാമെന്നാണ് കാണിച്ചു തരുന്നത്. ഈ ഒരു സംഭവം ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയർ ബോയിലോട്ടോ അല്ലെങ്കിൽ ക്ലിപ്പിലോട്ടോ അതും അല്ലാന്നുണ്ടെങ്കിൽ കുഞ്ഞു വാവാളുടെ ഡ്രസ്സൊക്കെ ചെയ്യുമ്പോൾ അവർ ആ ഒരു ഡ്രസ്സിന് ഭംഗി കൂട്ടാൻ വേണ്ടിയിട്ട് ബെൽറ്റിലോ ഷോ ബട്ടനായിട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഒരു ഫ്ലവറാണ് കാണിക്കുന്നത് കേട്ടോ. അതായത് ഒരു ഫ്ലവറിൻ്റെ ഗ്രൂപ്പാണ്. നമ്മൾ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ മേടിക്കില്ലേ ലേസായിട്ടൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് തന്നെയാണ് കേട്ടോ സംഭവം. ഇത് നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാമെന്ന് മാത്രം. അതായത് ഹെയർ അക്സസറീസിലോട്ടോ അല്ലെങ്കിൽ ഡ്രസ്സിലോട്ടോ ഒക്കെ നമുക്ക് യൂസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ബീഡ്സൊക്കെ വെച്ചൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ അകത്ത് വേണം എന്നുണ്ടെങ്കിൽ പിപ്സോ പോളിനോ ഒക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. എത്രത്തോളം ബീഡ്സും അല്ലെങ്കിൽ സ്റ്റോൺസ് അതുമല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫ്ലവറിൻ്റെ എണ്ണമൊക്കെ നിങ്ങൾക്ക് വലിപ്പത്തിലും ഒക്കെ മാറ്റം വരുത്താം കേട്ടോ. അതെങ്ങനെയാണ് മേക്ക് ചെയ്യുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ചാനലിൽ ഒത്തിരി വീഡിയോസ് കിടപ്പുണ്ട്. നമ്മൾ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്നവർക്ക് എന്തായാലും ഈ ഒരു ഫ്ലവറും ലീഫും ഒക്കെ മേക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങളത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഏതാണ് ഭംഗി കൂടുതലുള്ളതെന്നും കൂടി പറയാം കേട്ടോ. ഇന്നലെ നമ്മൾ ചെയ്തതാണോ അതോ ഇതാണോ ഭംഗി എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്കൊരു ബിസിനസ്സായിട്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഫ്ലവേഴ്സൊക്കെ ഉണ്ടാക്കിയിട്ട് അതൊന്ന് ജസ്റ്റ് അറേഞ്ച് ചെയ്തിട്ട് ഇത് മാത്രമായിട്ട് നമുക്ക് സെയിൽ ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. അതായത് ഫ്ലവേഴ്സ് മാത്രമായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്യുന്നവർക്കോ അല്ലെങ്കിൽ ഇതുപോലെ ആക്സസറീസ് മേക്ക് ചെയ്യുന്നവർക്കൊക്കെ ഈസി ആയിരിക്കും. ഈ ഒരു സംഭവം വാങ്ങിച്ചിട്ട് അവർക്ക് അറ്റാച്ച് ചെയ്ത് കൊടുത്താൽ മാത്രം മതിയാവും. അപ്പോൾ ഇതുപോലെ നമുക്ക് ക്യാൻവാസിൻ്റെ ഷീറ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ആദ്യം റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് വേണമെന്നെങ്കിൽ നിങ്ങൾക്ക് അതിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തെടുക്കുക. ഇതുപോലെ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചിട്ട് ചെയ്യുക. നമ്മൾ ആ ഒരു റിബണിൽ കട്ട് വീഴാതെ നോക്കുക കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെ ഉറപ്പായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസ് ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഒരുപാട് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്കൊരു ഹെയർ അക്സസറീസ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് കേട്ടോ. അത് നോക്കിയിട്ട് നിങ്ങൾക്കത് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ.